എലപ്പള്ളി മദ്യക്കമ്പനിയുമായി മുന്നോട്ട് പോകുമെന്ന LDF യോഗത്തിൽ മുഖ്യമന്ത്രി CPIയും RJDയും വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും സർക്കാർ തീരുമാനമെടുത്തെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ടോൾ വിഷയത്തിൽ കൂടുതൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാനും യോഗത്തിൽ തീരുമാനമായി. AKG സെന്ററിന് പകരം നവീകരിച്ച MN സ്മാരകത്തിലാണ് ഇന്ന് LDF യോഗം ചേർന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും VS അനു ചേരുന്നുണ്ട്. അനു, LDF യോഗം ഇന്ന് MN സ്മാരകത്തിലായിരുന്നു എന്നത് ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഈ എലപ്പള്ളി വിഷയത്തിൽ ഉൾപ്പെടെ തീരുമാനമായി കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുന്നു. ഒപ്പം ഘടകകക്ഷികളുടെ എതിർപ്പിനെ അവഗണിക്കുന്ന നിലപാടിലാണ് ഇപ്പോൾ CPM ഉള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൗതം, ഇടതുമുന്നണി യോഗം ആദ്യമായി CPIയുടെ ആസ്ഥാനമായ MN സ്മാരകത്തിൽ നടന്നു എന്നുള്ളത് ഒരു ചരിത്രമാണ്. അത് ഇന്ന് ഏതായിരുന്നാലും നവീകരിച്ച അല്ലെങ്കിൽ പുതുക്കിപ്പെടുന്ന MN സ്മാരകത്തിലാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗം നടന്നത്. 3:30 തൊട്ട് 6:30 വരെ ഏകദേശം 3 മണിക്കൂറാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗം നടന്നത്. ഇങ്ങനെ സാധാരണ ഇടതുമുന്നണി യോഗം ഇത്രമേൽ നീടാൽ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് അതിശക്തമായ വാദങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകളൊക്കെ ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് എലപ്പള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് ഇന്ന് രണ്ട് കക്ഷികൾ അവരുടെ ഏറ്റവും ശക്തമായ വിയോജനം, എതിർപ്പ് ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ ഉന്നയിച്ചു. ഒന്ന് CPIയും രണ്ട് RJDയും. പ്രത്യേകിച്ച് ഇതുവരയ്ക്കും നമ്മൾ ഒരു ബ്രൂവറി അനുവദിക്കാത്തതാണ്. അങ്ങനെ നൽകാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് CPIയും അതുകൂടാതെ തന്നെ RJDയും മുന്നണി യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തതിനാൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ തീരുമാനവുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു നിലപാട്, അത് ഒരു ശക്തമായ നിലപാട് അല്ലെങ്കിൽ ഒരു കൃത്യമായ പിന്മാറാത്ത ഒരു നിലപാടാണെന്ന് മുഖ്യമന്ത്രിയും യോഗത്തിൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിന്നോട്ട് പോകാൻ കഴിയില്ല. മന്ത്രിസഭാ യോഗം CPI മന്ത്രിമാർ അടക്കം പങ്കെടുത്ത മന്ത്രിസഭാ യോഗം തീരുമാനിച്ച കാര്യമാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ യോഗത്തിൽ വ്യക്തമാക്കി. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എലപ്പള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ വിഷയത്തിൽ RJDയുടെയും CPIയുടെയും എതിർപ്പ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇന്ന് എന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF യോഗത്തിൽ ആവർത്തിക്കുകയും അതിനുശേഷം അതുമായി മുന്നോട്ട് പോകാൻ സ്വാഭാവികമായും ഒരു മുന്നണി സംവിധാനത്തിൽ 11 കക്ഷികളുള്ള മുന്നണിയിൽ 9 കക്ഷികളും ഈ മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയ തീരുമാനത്തെ അംഗീകരിച്ചു. RJDയും CPIയും മാത്രമാണ് ഒരു വിയോജനം, എതിർപ്പ് രേഖപ്പെടുത്തിയത്. ഏതായാലും അവരുടെ എതിർപ്പ് കൂടെ കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം, അതായത് 7:30-ക്ക് AKG സെന്ററിൽ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണും. അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. ഗൗതം, ശരി. VS അനുവാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.